ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റെഡ് കളർ പ്ലാസ്റ്റിക് കവറിന്റെ അടിവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഇതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പൂക്കൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. അതിന്റെ സൈഡ് വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇതിന്റെയും അടിവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മൾ റെഡ് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിനേക്കാളും കുറച്ച് വീതി കുറഞ്ഞ പീസാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അതൊന്ന് വെച്ച് നോക്കിയതിനു ശേഷം ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന്റെയും സൈഡ് വശം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് പീസുകൾ നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ നമ്മൾ അതൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് മടക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു പീസിൽ നമ്മൾ മുഴുവനായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട. അതിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അത് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കുമ്പോൾ ഈർക്കിളി അതിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ഭാഗങ്ങളെല്ലാം ഒട്ടിച്ചെടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഇതിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. വളരെ സിമ്പിളായി പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. റെഡ് കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസിൽ നമ്മൾ മുഴുവനായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ ഈ ഒരു ഭാഗം വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അത് കീറിപ്പോവാതെ പതുക്കെ നമ്മൾ ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇതിൽ മുഴുവനായും ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ടുള്ള റെഡ് കളർ പ്ലാസ്റ്റിക് കവറും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ രണ്ട് പ്ലാസ്റ്റിക് കവറിന്റെ പീസും മുഴുവനായും ഇതുപോലെ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ഈർക്കിളി എടുത്തിട്ടുണ്ട്. കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഈ ഒരു പീസാണ് എടുക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഈർക്കിളി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചുരുക്കി പിടിച്ച് ഈർക്കിളിയിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമ്മൾ ഈർക്കിളിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളത് നൂല് വെച്ച് നല്ലതുപോലെ ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസ് ഇതിന് ചുറ്റുമായി വെച്ചു കൊടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ആ ഒരു പീസ് വെച്ചു കൊടുക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. പൂക്കൾ മാത്രമല്ല നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ ഇതളുകൾ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. ഇതുപോലെ വിടർത്തി കൊടുക്കുമ്പോൾ നമുക്കത് ഭംഗിയുള്ളൊരു ഫ്ലവർ ആയി കിട്ടും. അപ്പൊ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇനി എത്ര പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെങ്കിലും വളരെ സിമ്പിളായി നമുക്ക് ഈ പൂക്കൾ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്ലവറിന്റെ ഇതളുകളൊക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ചുറ്റി കൊടുക്കണം. അപ്പൊ നമ്മൾ അതിൽ നിന്നും വീതി കുറഞ്ഞൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഫ്ലവറിന്റെ തണ്ടിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. ഇപ്പൊ നമ്മൾ അതിന്റെ തണ്ടിൽ മുഴുവനായും ചുറ്റി കൊടുത്തു.
ഇതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട്? ഇത്രയും പൂക്കളാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ പൂക്കളുടെ തണ്ട് പതുക്കെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിപ്പോവാതെ പതുക്കെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ ഒരു പീസ് ഇതിൽ ചുറ്റി കൊടുക്കുകയാണ്. ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഇലകളും ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അതിൽ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ഇലകളാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് കവറിന്റെ ഈ ഒരു ഭാഗത്തു നിന്നും ഇതുപോലെയാണ് ഇലകൾ ചെയ്തെടുക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഒരു ഇല നമ്മൾ ചെയ്തെടുത്തു. ഒരു ഇല കൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിൽ നമ്മൾ പൂക്കളും ഇലകളും എല്ലാം പ്ലാസ്റ്റിക് കവറുകൾ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ള 3 ഇലകളും നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കണം. ഒരു ഇല നമ്മൾ അതിൽ നൂല് വെച്ച് കെട്ടിക്കൊടുത്തു. അടുത്ത 2 ഇലകൾ കൂടെ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിൽ കെട്ടിക്കൊടുത്തിട്ടുള്ള നൂല് കാണാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂക്കൾ ഒരു പേപ്പർ ഗ്ലാസ്സിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.